ഏകദേശം 70,000 വർഷം മുമ്പ് ഹോമോ സാപ്പിയൻസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ജീവികൾ ചേർന്ന് കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ആ മനുഷ്യ സംസ്കാരങ്ങളുടെ വളർച്ചയുടെ കഥയാണ് നമ്മൾ സാധാരണ ഹിസ്റ്ററി അഥവാ ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രത്തിൽ പ്രധാനമായിട്ടും 3 വിപ്ലവങ്ങളാണ് നടന്നിട്ടുള്ളത്. 70,000 വർഷം മുമ്പ് നടന്ന കോഗ്നിറ്റീവ് റെവല്യൂഷൻ, അത് ചരിത്രത്തിന് തുടക്കമിട്ടു. 12,000 വർഷം മുമ്പ് വന്ന അഗ്രികൾച്ചറൽ റെവല്യൂഷൻ, ഇതാണ് ഈ ഒരു ചരിത്രത്തിൻ്റെ വേഗത കൂട്ടുന്നത്. ഒടുവിൽ വെറും 500 വർഷം മുൻപ് തുടങ്ങിയ സയൻറ്റിഫിക് റെവല്യൂഷനാണ് ഇന്ന് നമ്മൾ കാണുന്ന ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച് മറ്റെന്തോ ഒന്നാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചരിത്രം തുടങ്ങി എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു സന്ദർഭങ്ങളുണ്ടല്ലോ, അതിനു മുൻപ് തന്നെ, എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആധുനിക മനുഷ്യരെ പോലെയുള്ള ജീവികൾ തന്നെയാണ് ഏകദേശം 25 ലക്ഷം വർഷം മുമ്പ് തന്നെ ഇവിടെ കറങ്ങി നടന്നിരുന്നത്. പക്ഷേ വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ സിനിമയിലേക്ക് കാണുന്ന പോലെ തന്നെ ഒരു നിയോഗം പോലെ ലോകം ഭരിക്കാൻ വന്നവരൊന്നും ആയിരുന്നില്ല അവർ. അന്ന് അവരൊന്നും സ്പെഷ്യലായിരുന്നില്ല. ആഫ്രിക്കൻ കാടുകളിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് മറ്റു ജീവികളിൽ ഒന്നും മാത്രമായിരുന്നു നമ്മുടെ ആദ്യകാല രൂപത്തിലുള്ള മനുഷ്യർ. ഒരു 20 ലക്ഷം വർഷം പിന്നിലേക്ക് പോയിട്ട് നമ്മൾ ഈസ്റ്റ് ആഫ്രിക്കയിലൂടെ ഒന്ന് നടക്കാനിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പരിചിതമായിട്ടുള്ള പല കാഴ്ചകളും അന്ന് കാണാൻ പറ്റും. കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന അമ്മമാരുണ്ട്, ചെളിയിൽ ഉരുണ്ട് കളിക്കുന്ന കുട്ടികളുണ്ട്, സമൂഹത്തിൻ്റെ നിയമങ്ങൾ തെറ്റിക്കാൻ നടക്കുന്ന തലതെറിച്ച യുവാക്കളും യുവതികളുമുണ്ട്. എല്ലാം കണ്ടും അറിഞ്ഞും പക്വത വന്ന മുത്തശ്ശിമാരുണ്ട്. ഇവരൊക്കെ തന്നെ സത്യത്തിൽ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഇവർ പ്രണയിച്ചു, കളിച്ചു, സൗഹൃദങ്ങൾ ഉണ്ടാക്കി, അധികാരത്തിന് വേണ്ടി പരസ്പരം അടികൂടി. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചിമ്പാൻസികളും ബബൂണുകളും ആനകളും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ, അതായത് അന്നത്തെ മനുഷ്യൻ, ഇതിലൊരു സ്പെഷ്യൽ ജീവിയൊന്നും ആയിരുന്നില്ല. ഭാവിയിൽ ഇവരുടെ പിന്മുറക്കാർ ചന്ദ്രനിൽ നടക്കുമെന്നോ ആറ്റം ബോംബ് ഉണ്ടാക്കുമെന്നോ ചരിത്ര പുസ്തകങ്ങൾ എഴുതുമെന്നോ അന്ന് ആർക്കും, എന്തിന് ഈ പറയുന്ന ആദ്യകാല മനുഷ്യന് പോലും അറിയില്ലായിരുന്നു. ചരിത്രാതീത കാലത്തെ മനുഷ്യനെക്കുറിച്ച് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അവർ പരിസ്ഥിതിയിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗൊറില്ലയോ മിന്നാമിനിങ്ങോ ജെല്ലി ഫിഷോ ഒക്കെ തന്നെ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒട്ടും കൂടുതലല്ല. പക്ഷേ യാഥാർത്ഥ്യം പറയണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പിന്നോട്ട് പോയിട്ട് നമ്മൾ നിൽക്കുന്ന മണ്ണിലേക്ക് നോക്കണം. നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണ്. എന്നാൽ ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ തന്നെ ജീവിക്കുന്ന ഈ ഭൂമിയുടെ സ്വഭാവമാണ് ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള പല മാറ്റങ്ങൾക്കും കാരണമായത്. എന്തിനേറെ 30 ലക്ഷം വർഷം പിറകോട്ട് പോയി കഴിഞ്ഞാൽ കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു പഴയ ലാൻഡ്സ്കേപ്പിൽ നമുക്ക് ചെന്നെത്താൻ പറ്റും. അവിടെ എത്തുമ്പോഴാണ് മനുഷ്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടാവുന്നത്. സത്യത്തിൽ മനുഷ്യനുണ്ടായ പ്രധാനപ്പെട്ട സ്റ്റേജ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന പച്ചപ്പിനും ഭംഗിക്കും അപ്പുറം ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന ജിയോളജിക്കൽ ആക്ടിവിറ്റീസിനെ നോക്കണം. ഒരു ടൈം മെഷീനിൽ കയറി നമ്മൾ മനുഷ്യൻ്റെ ആദിമ രൂപങ്ങൾ ആദ്യകാല കുരങ്ങന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആഫ്രിക്കയിൽ ഉണ്ടാകാനുള്ള റീസൺ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ചെന്ന് കയറേണ്ടത് അഫാർ ഡിപ്രഷനിലോ തുർക്കാന ബേസിനിലോ ഒക്കെയാണ്. ആ ഭാഗത്തുണ്ടായ വലിയൊരു മാറ്റമാണ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഭൂമിയുടെ സ്വഭാവത്തെ തന്നെ വലിച്ചു കീറിയത്. ആഫ്രിക്കൻ പ്ലേറ്റിനെ രണ്ടായി കീറിയ ഒരു സംഭവം, രണ്ടായി പിളർന്ന ഒരു സംഭവമാണ് ഏകദേശം 30 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സംഭവിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി രൂപപ്പെടുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഈ റിഫ്റ്റ് വാലിയാണ് പരിണാമത്തിൻ്റെ അല്ലെങ്കിൽ എവല്യൂഷൻ്റെ ഏറ്റവും വലിയ എൻജിനായിട്ട് ആദിമകാല മനുഷ്യരൂപങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയത്. താഴ്വരകൾ ഇടിഞ്ഞു താഴുകയും മലനിരകൾ പൊങ്ങി വരികയും ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ സംഭവിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും കോങ്കോയിൽ നിന്നും വരുന്ന മഴക്കാറ്റുകളെ ഇത്തരത്തിൽ പുതിയതായിട്ട് ഉയർന്നു വന്ന മലകൾ തടഞ്ഞു നിർത്താൻ തുടങ്ങി. അങ്ങനെ അതൊരു റെയിൻ ഷാഡോ അഥവാ മഴനിഴൽ പ്രദേശത്ത് രൂപപ്പെടുത്തുകയുണ്ടായി. മില്യൺ കണക്കിന് വർഷങ്ങളായിട്ട് ആഫ്രിക്കയെ പുതച്ചിരുന്ന ആ വലിയ മഴക്കാടുകൾ അങ്ങനെ മഴക്കാറുകൾ എത്താത്ത സൈഡിൽ ഉണങ്ങാൻ തുടങ്ങി. പകരം ആ സ്ഥലത്ത് ഒരു മൊസൈക്ക് അന്തരീക്ഷമാണ് രൂപപ്പെട്ടത്. കുറച്ച് പുൽമേടുകൾ, കുറച്ച് കാടുകൾ, സീസണലായിട്ടുള്ള തടാകങ്ങൾ, പിന്നെ നിറയെ അപകടകാരികളായിട്ടുള്ള മൃഗങ്ങളും. ഇതാണ് നമ്മുടെ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. ഇവിടെ ഒരു ടെക്നിക്കൽ ടേമുണ്ട്. അതിൻ്റെ പേരാണ് വേരിയബിൾ സെലക്ഷൻ. കാലാവസ്ഥ ഉണങ്ങിയ രൂപത്തിലായി എന്നത് മാത്രമല്ല പ്രശ്നം, അവിടെ ഉണ്ടായിരുന്ന കാലാവസ്ഥയെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ മാറി മറിഞ്ഞിരുന്നു.
അത് പഴയ കാടുകൾ പോലെ ഇടതൂർന്ന് നിന്നിരുന്നെങ്കിൽ നമ്മുടെ ആദിമ രൂപങ്ങളിൽ നിന്നും നമ്മൾ ഉണ്ടാകുമായിരുന്നില്ല. മരത്തിൽ നിന്ന് അത്തിപ്പഴവും കഴിച്ച് ചിമ്പാൻസികളുടെ പൂർവികരെ പോലെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. പക്ഷേ അവിടെ കാടുകൾ ചിതറിപ്പോയി, കാരണം ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി. അങ്ങനെ ഭക്ഷണം എന്ന് പറയുന്നത് പഴങ്ങളും കിഴങ്ങുകളും മാത്രമായി. അതൊന്നും എല്ലായിടത്തും കിട്ടില്ല എന്നൊരവസ്ഥ വന്നു. ഒരിടത്ത് കുറച്ച് പഴമുണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ 5 കിലോമീറ്റർ ദൂരമുള്ള കുറ്റിക്കാട് താണ്ടി അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ അന്നത്തെ മനുഷ്യൻ്റെയൊക്കെ ആദിമ രൂപങ്ങളായിട്ടുള്ള വിഭാഗത്തിൽപ്പെടുന്ന പ്രൈമേറ്റുകൾ ഇപ്പോഴും ഉണ്ട്, നമ്മൾ പൊതുവെ വിളിക്കുന്നൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ആദ്യകാല പ്രൈമേറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്ക് 2 സ്പ്ലിറ്റ് അവിടെ സംഭവിച്ചു. ആ സ്പ്ലിറ്റാണ് അന്നത്തെ സ്പീസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്ന മാജിക് ഒന്നും അല്ല സ്പീഷീസുകൾ ഡിഫറൻ്റ് ആയിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്. പലപ്പോഴും ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലായിട്ട് സംഭവിക്കുന്ന ഒരു ഡിവോഴ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ചിമ്പാൻസിയുടെയും നമ്മുടെയും അവസാനത്തെ കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്ന വിഭാഗം പതിയെ ഉയർന്നു വന്ന മലനിരയുടെയും വലിയൊരു പുഴയുടെയും അപ്പുറവും ഇപ്പുറവുമായി പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ രണ്ടായി വേർപിരിയുമ്പോൾ ഈ റിഫ്റ്റ് വാലിയുടെ ഫലമായിട്ട് ഉയർന്നു വന്ന മലനിരയുടെ വെസ്റ്റിലുള്ളവർ ആ ഭാഗത്ത് നല്ല മഴയും കാടും ഉള്ളതുകൊണ്ട് അവിടെ അതിജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ജീവികൾ ആ മരത്തിൽ തന്നെ തുടർന്ന് തൂങ്ങിക്കളിച്ച് ആഹാരമൊക്കെ കഴിച്ച് ജീവിച്ചു. ആ ജീവികളാണ് പിന്നീട് ചിമ്പാൻസികളും ബോണോബോകളും ഒക്കെ ആയിട്ട് മാറിയത്. അവരാണ് ഇന്ന് പരിണമിച്ച് കാണുന്ന കുരങ്ങ് വർഗ്ഗങ്ങൾ. പക്ഷേ ഈ മഴനില പ്രദേശമായിട്ട് മാറി മഴയൊന്നും ലഭിക്കാതെ വരണ്ടുണങ്ങിയ ഈസ്റ്റിലുണ്ടാകുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതായത് റിഫ്റ്റ് വാലിയുടെ മഴയില്ലാത്ത നിഴലിൽ പെട്ടുപോയ പാവങ്ങൾ, അവർക്ക് വലിയൊരു പ്രശ്നമുണ്ടായി, ഒരു പ്രതിസന്ധി ഉണ്ടായി. പഴയതുപോലെ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടിപ്പോകാൻ ആ ഭാഗത്ത് വലിയ മരങ്ങളില്ല. അങ്ങനെ അവർക്ക് മുന്നിൽ വെറും 2 ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ നിലത്തിറങ്ങി നടക്കാൻ പഠിക്കുക, അതല്ലെങ്കിൽ വംശനാശം വന്ന് ഇല്ലാതാവുക. അപ്പോൾ അന്ന് അവിടെ കുറേ ഉണ്ടായിരുന്ന ജീവജാലങ്ങളിൽ ഈ പറയുന്ന പ്രൈമേറ്റ് വർഗ്ഗങ്ങളിൽ കുറേ എണ്ണം അതിജീവിക്കാൻ സാധ്യതയല്ലാതെ മരണപ്പെട്ടു. പക്ഷേ ഇവിടെയാണ് ബയോളജിയുടെ ഒരു അത്ഭുതം സംഭവിക്കുന്നത്. ഈ പുതിയ ലോകത്തെ നേരിടാൻ നമ്മൾ ആദ്യം ചെയ്ത അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് വലിയ തലച്ചോറോ ഭാഷയോ ഒന്നും ആയിരുന്നില്ല. അത് നമ്മുടെ കാലുകളെക്കുറിച്ചുള്ളതായിരുന്നു. അതായത് ആദ്യത്തെ കല്ലുളി ഉണ്ടാക്കുന്നതിനും തീ കണ്ടുപിടിക്കുന്നതിനും എത്രയോ മുൻപ് തന്നെ നമ്മൾ 2 കാലിൽ എഴുന്നേറ്റ് നിന്നു. ഇതായിരുന്നു മനുഷ്യവംശത്തിൻ്റെ, അതായത് ഹൊമിനിനുകളുടെ ട്രേഡ് മാർക്ക്. നമ്മൾ ഇന്ന് വരെ എത്തി നിൽക്കുന്ന വിഭാഗത്തിൻ്റെ ആദ്യകാല രൂപത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ബൈപ്പെഡലിസമാണ്, 2 കാലിലുള്ള നടത്തം. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒബ്ലിഗേറ്റ് ബൈപ്പെഡലിസം. പക്ഷേ എന്തിനാ 2 കാലിൽ നടക്കുക? പണ്ടൊക്കെ തന്നെ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ടൂൾസ് ഉപയോഗിക്കാനാണ്, അല്ലെങ്കിൽ പുല്ലിൻ്റെ മുകളിലൂടെ ശത്രുക്കളെ കാണാനാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കീരികളെ നോക്കിക്കഴിഞ്ഞാലും ചില സ്പെഷ്യൽ ജീവികളെ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ അവർ ഈ ഹൈറ്റ് കിട്ടാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന കാലഘട്ടവും ടൂൾ ഉപയോഗിച്ച കാലഘട്ടവും പരിശോധിച്ചാൽ ടൈം ലൈനിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് ടൂൾസ് വരുന്നതിനും മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സെഹലാന്ത്രോപ്പസും ഒറോറിനുമൊക്കെ തന്നെ 2 കാലിൽ നടന്നിരുന്ന വിഭാഗങ്ങളായിരുന്നു. പിന്നെ ശത്രുക്കളെ നോക്കാൻ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി അവർ നമ്മളെ കണ്ട് നമ്മളെ ആക്രമിക്കുകയായിരിക്കുമല്ലോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അന്ന് സാബർ ടൂത്ത് പൂച്ചകളൊക്കെ വിലസി നടക്കുന്ന കാലമാണ്. ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന കാരണമാണ് ദ എനർജി എഫിഷ്യൻസി. ചിമ്പാൻസിയെ പോലെ 4 കാലിൽ നടക്കുന്നത് ഭയങ്കര കോസ്റ്റുള്ളൊരു കാര്യമാണ്. നമ്മുടെ ശരീരം മരം കയറാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പരിണാമത്തിലൂടെ ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. സോ അവർക്ക് മുട്ടുകാലിൽ ലോക്ക് ചെയ്യാനോ ഇടുപ്പ് നിവർത്തി വെക്കാനോ ഒന്നും പറ്റില്ല. എപ്പോഴും സ്ക്വാട്ട് ചെയ്യുന്നത് പോലെ വേണം നടക്കാൻ. അത് വല്ലാതെ കലോറി എന്ന് പറയുന്ന എനർജി കത്തിക്കും. പക്ഷേ ഉണങ്ങിയ ആഫ്രിക്കൻ ലാൻഡ്സ്കേപ്പിൽ ജീവിക്കണമെങ്കിൽ കമ്മ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അത്യാവശ്യമാണ്. 10-15 കിലോമീറ്റർ നടന്ന് വേണം ഭക്ഷണം കണ്ടുപിടിക്കാൻ. അങ്ങനെ വരുമ്പോൾ വളരെ കുറഞ്ഞ ഊർജ്ജത്തിൽ കൂടുതൽ ദൂരം നടക്കാൻ സഹായിക്കുന്ന ഒരു മ്യൂട്ടേഷനെയാണ് പ്രകൃതി അവിടെ സപ്പോർട്ട് ചെയ്യുന്നത്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അങ്ങനെ അന്ന് അതിജീവിച്ചിരുന്ന ആദ്യ മനുഷ്യവംശങ്ങളുടെ അസ്ഥികൂടം മൊത്തത്തിലൊന്ന് ഘട്ടം ഘട്ടമായിട്ട് റീഡിസൈൻ ചെയ്യപ്പെടാൻ തുടങ്ങി. തല മുതൽ കാല് വരെ മാറ്റം. ഞാൻ തലയിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. പക്ഷേ ഇത് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സംഭവിക്കുന്നതല്ല. ഈ വിഭാഗങ്ങൾക്കിടയിൽ ഇത്തരം ശേഷികൾ മ്യൂട്ടേഷനിലൂടെ ലഭിക്കുന്ന ജീവജാലങ്ങൾ അതിജീവിച്ച് അത് കൂടുതൽ ഇമ്പ്രൂവായാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തേത് ഫൊറാമൻ മാഗ്നം ആണ്. അതായത് നട്ടെല്ല് തലച്ചോറുമായിട്ട് ചേരുന്ന ആ ഒരു ദ്വാരം ഉണ്ടല്ലോ. 4 കാലിൽ നടക്കുന്ന മൃഗങ്ങൾക്ക് അത് തലയോട്ടിയുടെ പുറകു ഭാഗത്താണ്.
പക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് തലയോട്ടിയുടെ അടിഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് ഭാരമുള്ള നമ്മുടെ തല ഒരു ഗോൾഫ് ബോട്ടിയിൽ ഇരിക്കുന്നത് പോലെ നട്ടെല്ലിന് മുകളിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. കഴുത്തിന് വലിയൊരു ആയാസം വേണ്ട. ഇനി അടുത്തതാണ് തൊട്ട് താഴെ നട്ടെല്ല്. ചിമ്പാൻസിയുടെ നട്ടെല്ല് സി ഷേപ്പിലാണ് ഇരിക്കുന്നത്. മരത്തിൽ നിന്ന് ചാടുമ്പോൾ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇവോൾവ് ആയത്. പക്ഷേ അത് ഉപയോഗിച്ച് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ നട്ടെല്ലിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് എസ് ഷേപ്പാണ്. ഇത് നമ്മുടെ ഭാരത്തെ കൃത്യമായി ഇടുപ്പിന് മുകളിലേക്ക് കൊണ്ടുവരും. പക്ഷേ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു എവല്യൂഷൻ സംഭവിക്കുന്നത് പെൽവിസിലാണ്, അതായത് ഇടുപ്പെല്ലിലാണ്. ഇതാണ് മനുഷ്യൻ്റെ പിവട്ട് പോയിൻ്റ്. കുരങ്ങൻ്റെ പെൽവിസ് നീളമുള്ളതും പരന്നതുമാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടേതോ അതൊരു പാത്രം പോലെ, അല്ലെങ്കിൽ ഒരു ബൗള് പോലെയാണ് ഇരിക്കുന്നത്. അസ്ഥി ഇവിടെ നോക്കിയാൽ കാണാം. അത് വശങ്ങളിലേക്കാണ് പരന്നിരിക്കുന്നത്. ഇത് വെറുതെ സപ്പോർട്ടിന് വേണ്ടി മാത്രമല്ല, ഇത് മസിലുകളുടെ പ്രവർത്തനത്തെയാണ് മാറ്റിയിരിക്കുന്നത്. കുരങ്ങന്മാർക്ക് ഗ്ലൂട്ടിയൽ മസിൽ, അതായത് നമ്മുടെ പിൻഭാഗത്തെ മസിൽ എന്ന് പറയുന്നത് കാല് പിന്നിലേക്ക് വലിക്കാനാണ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും. പക്ഷേ നമ്മുടെ ഇടുപ്പ് വരുന്ന സമയത്ത് ഈ മസിലുകൾ വശങ്ങളിലേക്ക് മാറി എന്ന് പറയാം. ഇതുകൊണ്ട് എന്താ ഗുണം? നമ്മൾ ഒരു കാലിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് മറിഞ്ഞു വീഴാൻ പറ്റാത്ത രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് ഈ മസിലുകൾ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുരങ്ങന്മാരെ പോലെ വശങ്ങളിലേക്ക് ഇങ്ങനെ ആടി നടക്കാതെ നമുക്ക് കൂളായി എനർജി കളയാതെ സിമ്പിളായിട്ട് നടക്കാൻ പറ്റുന്നത്. ഈ ഒരു ബയോകെമിക്കൽ മാറ്റം അത്ര സിമ്പിളല്ല. 4 കാലിൽ നടക്കുന്ന ചിമ്പാൻസിയെക്കാളും 75% കുറച്ച് ഊർജ്ജം മാത്രമേ 2 കാലിൽ നടക്കുന്ന മനുഷ്യന് വേണ്ടി വരൂ. മാത്രമല്ല, എഴുന്നേറ്റ് നിന്നപ്പോൾ വെയിൽ കൊള്ളുന്ന ഏരിയ കുറയാൻ തുടങ്ങി, കാറ്റ് കൊള്ളുന്ന ഏരിയ കൂടാൻ തുടങ്ങി. ഉച്ചവെയിലത്ത് സിംഹങ്ങളൊക്കെ തണലിൽ വിശ്രമിക്കുമ്പോൾ നമുക്ക് ഇര തേടാൻ ഇറങ്ങാൻ പറ്റും. നമ്മൾ സാവന്നയിലെ ഒരു ഹൈബ്രിഡ് വെഹിക്കിള് പോലെയാണ്. സിംഹത്തിൻ്റെ വേഗതയോ ചിമ്പാൻസിയുടെ കരുത്തോ ഒന്നും നമുക്കില്ല. പക്ഷേ അവരാരെക്കാളും കൂടുതൽ ദൂരം നടക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഇവിടെയാണ് എവല്യൂഷൻ്റെ ഒരു കളി. കിട്ടുന്ന എല്ലാ കാര്യത്തിനും ഒരു ഡ്രോബാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവോൾവ് ചെയ്ത ബോഡി മറ്റൊരു സാഹചര്യത്തിലേക്ക് ഇവോൾവ് ചെയ്യുമ്പോൾ മുമ്പ് കിട്ടിയ പല കഴിവുകളും ഉപേക്ഷിക്കാൻ പറ്റില്ല. എവല്യൂഷൻ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കാൻ എവല്യൂഷന് പറ്റില്ല. ഉള്ള കാര്യങ്ങളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. അല്ലാത്ത ക്വാളിറ്റി ഉള്ളവർ മരിച്ചു പോകുന്നു. എന്തെങ്കിലും നല്ല ഗുണമുള്ളവർക്ക് പുതിയ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. സോ ഇങ്ങനെ വരുമ്പോൾ തിരശ്ചീനമായിട്ട് കിടന്നിരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നിരുന്ന ഒരു നട്ടെല്ലിനെ പിടിച്ച് കുത്തനെയാക്കുന്ന സമയത്ത് ഗ്രാവിറ്റി ഒരു നല്ല പണി തരും. ഈ പറയുന്ന നടുവേദന, ഡിസ്ക് തെന്നൽ, ഹെർണിയ, ഇതൊന്നും നമ്മളിങ്ങനെ എന്നും എപ്പോഴും കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം വരുന്നൊരു പ്രശ്നമല്ല. വളരെ പെട്ടെന്ന് രൂപം മാറിയതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. നമ്മളൊരു വാക്കിംഗ് ടവർ ഓഫ് കോംപ്രമൈസ് ആണ്. ഏറ്റവും വലിയ കോംപ്രമൈസ് നടന്നത് ഇടുപ്പിലാണ്. ഇതിനെ ഒബ്സ്റ്റട്രിക്കൽ ഡയലമ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നടക്കാനുള്ള എളുപ്പത്തിന് ഇടുപ്പ് ഇടുങ്ങിയതായിരിക്കണമല്ലോ. പക്ഷേ നമ്മുടെ തലച്ചോറ് വലുതായി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ജനിക്കുന്ന കുഞ്ഞിൻ്റെ തല വലുതാകാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞിൻ്റെ തല വലുതായാൽ അത് പുറത്തേക്ക് വരുന്ന ബെർത്ത് കനാലും വലുതായിരിക്കണം. പക്ഷേ ഇടുപ്പെല്ലിങ്ങനെ ചെറുതാകാൻ തുടങ്ങിയപ്പോൾ ബെർത്ത് കനാലും അതിനനുസരിച്ച് ചെറുതായി. കാര്യം നമ്മൾ 2 കാലിൽ നടക്കുകയില്ലേ. സോ ഇതൊരു മരണക്കളിയാണ്. മറ്റ് മൃഗങ്ങളിൽ പ്രസവം താരതമ്യേന സിമ്പിളാണ്. കുഞ്ഞ് സുഖമായിട്ട് താഴേക്ക് വീഴും. പക്ഷേ മനുഷ്യനിലോ ബെർത്ത് കനാൽ ഒരു വളഞ്ഞ വഴിയാണ്. കുഞ്ഞിന് പുറത്തേക്ക് വരണമെങ്കിൽ തല തിരിക്കണം, ശരീരം തിരിക്കണം. സോ വല്ലാത്തൊരു അക്രോബാറ്റിക്സ് ആണ്. കുഞ്ഞു കുടുങ്ങിയാൽ എന്ത് സംഭവിക്കും? അമ്മയും മരിക്കും, കുഞ്ഞും മരിക്കും. സോ പ്രകൃതിയിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് വന്ന ഒരു മികച്ച അഡാപ്റ്റേഷൻ ആയിരുന്നു കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് പുറത്തേക്ക് വരിക എന്നുള്ളത്. അതായത് തല വലുതാകുന്നതിന് മുൻപ് തന്നെ കുഞ്ഞിനെ പുറത്തേക്ക് കളയുക, അല്ലെങ്കിൽ പ്രസവിക്കുക. ചിമ്പാൻസിയുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ തലച്ചോറ് പാതി വളർന്നിട്ടുണ്ടാകുമെന്ന് കാണാം. പക്ഷേ മനുഷ്യ കുഞ്ഞോ വെറും 25% മാത്രമേ ജനിക്കുന്ന സമയത്ത് ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ തലച്ചോറ് വളർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ചിമ്പാൻസി കുഞ്ഞ് ജനിച്ച ഉടനെ അമ്മയുടെ രോമത്തിൽ തൂങ്ങിക്കിടക്കും. മനുഷ്യ കുഞ്ഞിനോ ഒന്നിനും പറ്റില്ല. തല ഉറക്കില്ല, പിടുത്തം കിട്ടില്ല. സത്യത്തിൽ നമ്മൾ ഗർഭപാത്രത്തിൽ ഇരിക്കേണ്ട സമയത്താണ് പുറത്ത് ചിലവാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനുഷ്യ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി? പശുക്കുട്ടിയും ആട്ടിൻകുട്ടിയൊക്കെ തന്നെ ജനിച്ച ഉടനെ പോയി നടന്ന് പാല് കുടിക്കുന്നതാണ്. പക്ഷേ മനുഷ്യന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നതിൻ്റെ ഉത്തരമാണത്. ആദ്യത്തെ 3 മാസത്തെ 4th ട്രൈമസ്റ്റർ എന്നൊക്കെ പറയാറുള്ളത് കേട്ടിട്ടില്ലേ? പക്ഷേ ഇനിയും ഗർഭപാത്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ തല പുറത്തേക്ക് വരില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഇവിടെ നീർത്തെ ഇറക്കൽ എന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ടാവുകയും ഈ ഏർലി ബർത്ത് കാര്യങ്ങൾ മാറ്റിമറിക്കുകയും ചെയ്യും. തലച്ചോറിൻ്റെ വളർച്ചയുടെ ഭൂരിഭാഗവും നടക്കുന്നത് ഈ പുറം ലോകത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയിൽ ജീനുകൾക്ക് മാത്രമല്ല സ്വാധീനം, നമ്മുടെ അനുഭവങ്ങൾക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതിനെയാണ് ന്യൂറൽ ഡാർവിനിസം എന്ന് വിളിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ, കഥകൾ, സ്നേഹം, സ്ട്രെസ്സ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ തലച്ചോറിനെ ജനറലി രൂപപ്പെടുത്തുന്നത്.
പക്ഷേ ഇതിന് വലിയൊരു വിലയുണ്ട്. നിസ്സഹായനായ ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് വേട്ടയാടാനോ രക്ഷപ്പെടാനോ ഒന്നും പറ്റില്ല. ഇവിടെയാണ് കോപ്പറേഷൻ അഥവാ സഹകരണം. കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കൂടി സഹായമുണ്ടാവണം. അച്ഛൻ, മുത്തശ്ശിമാർ ഇവരൊക്കെ സീനിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ഗ്രാൻഡ് മദർ ഹൈപ്പോത്തിസിസ് ഒക്കെ സാധാരണ പറയുന്നത് സ്ത്രീകൾക്ക് ആയുസ് കൂടാൻ കാരണം തന്നെ കൊച്ചുമക്കളെ നോക്കാൻ വേണ്ടിയായിട്ടെന്നാണ്. ഇത് നമ്മളെ ഒരുമിപ്പിച്ചു, കൂടുതൽ അടുപ്പിച്ചു. നമ്മൾ ഗ്രൂപ്പായി ജീവിച്ചത് ഇഷ്ടം കൊണ്ട് മാത്രമല്ല, ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണെന്ന് കൂടുതൽ വ്യക്തമായിട്ട് പറയാം. ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരു ഗ്രാമം തന്നെ വേണം എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇനി നമുക്ക് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചില ടെക്നിക്കൽ ടേമുകൾ മനസ്സിലാക്കണം. പണ്ട് ബയോളജി ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. ജീവികളെ സ്പീഷീസുകളായി തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ഈ സയൻറ്റിഫിക് നെയിം പറയുമ്പോൾ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും പറയാറുണ്ട്. അപ്പോൾ ഓരോ ജീവിക്കും ഓരോ സ്പീഷീസ് ഉണ്ട്. രണ്ട് മൃഗങ്ങൾ തമ്മിൽ ഇണചേർന്ന് അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും പിന്നീട് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അവർ നമുക്ക് ഒരേ സ്പീഷീസിൽപ്പെട്ട ജീവികളാണെന്ന് വിളിക്കാം. കൺഫ്യൂഷൻ ആയല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം. കുതിരയും കഴുതയും അവർ കാഴ്ചയിൽ ഏകദേശം ഒരുപോലെയാണല്ലേ? അവർക്ക് പൊതുവായൊരു പൂർവികൻ ചരിത്രത്തിലുണ്ട്. പക്ഷേ അവർക്ക് പരസ്പരം വലിയ സെക്ഷൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഒരു സാഹചര്യത്തിൽ നിർബന്ധിക്കുകയാണെങ്കിൽ കുതിരയും കഴുതയും ഇണചേരും. പക്ഷേ അവർക്കുണ്ടാകുന്ന കുഞ്ഞിനെ മ്യൂൾ അല്ലെങ്കിൽ കോവർ കഴുത എന്ന് വിളിക്കുകയും ഈ കോവർ കഴുതയ്ക്ക് കുഞ്ഞുണ്ടാകില്ല എന്നൊരു പ്രശ്നമുണ്ട്. ആ കോവർ കഴുത സ്റ്റിറൈലായിരിക്കും. അതുകൊണ്ട് തന്നെ കുതിരയുടെ DNA ഒരിക്കലും കഴുതയിലേക്ക് പോയി മിക്സ് ചെയ്ത് പുതിയ സ്പീഷീസ് ഉണ്ടായിട്ട് അത് പുതിയ കുഞ്ഞുങ്ങളെയൊന്നും ഉണ്ടാക്കില്ല. തിരിച്ചും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും രണ്ട് സ്പീഷീസുകളാണ്. നേരെ മറിച്ച് നായവർഗത്തിൽപ്പെട്ട ഒരു ബുൾഡോഗും വേറൊരു സ്പാനിയയും കാണാൻ രണ്ട് ലുക്കാണെങ്കിലും ഇവർ രണ്ടും ബേസിക്കലി ഒരു സ്പീഷീസാണ്. അതുകൊണ്ട് ഇവർ രണ്ടും ഇണചേർന്നാൽ ഉണ്ടാകുന്ന പട്ടിക്കുട്ടികൾക്ക് വീണ്ടും കുട്ടികൾ ഉണ്ടാവുകയും അവർക്ക് ഫാമിലിയായിട്ട് അവരുടെ ജീനിനെ കൈമാറാനും പറ്റും. ഇനി ഒരേ പൊതുപൂർവികനിൽ നിന്നുണ്ടായ സ്പീഷീസുകളെയാണ് നമ്മൾ സാധാരണ ജീനസ് എന്ന് പറയുന്ന ലേബലിൽ ഒന്നിക്കുന്നത്. ഉദാഹരണത്തിന് സിംഹം, കടുവ, പുലി, ജാഗ്വാർ ഇതെല്ലാം തന്നെ പാന്തറ എന്ന ജീനസിലെ വ്യത്യസ്ത സ്പീഷീസുകളാണ്. ബയോളജിസ്റ്റുകൾ പേരിടുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. ആദ്യം ജീനസിൻ്റെ പേര്, പിന്നെ സ്പീഷീസിൻ്റെ പേര്. സിംഹത്തിൻ്റെ പേര് പാന്തറ ലിയോ, അതായത് പാന്തറ എന്ന ജീനസിലെ ലിയോ എന്ന സ്പീഷീസാണ്. ഈ കണക്ക് വെച്ച് നോക്കിയാൽ ഇത് വായിക്കുന്ന നമ്മളെല്ലാവരും ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിലാണ് വരുന്നത്. ഹോമോ എന്ന് പറയുന്ന മനുഷ്യ ജീനസിലെ സാപ്പിയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു സ്പീഷീസ്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ളൊരു ഡൗട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യട്ടെ. ആഫ്രിക്കൻ ആനയും ഏഷ്യൻ ആനയും കാണാൻ ഏകദേശം ഒരുപോലെയാണെങ്കിലും അവ രണ്ടും ലോക്സോഡോണ്ട എന്നും എലിഫാസ് എന്നും പറയുന്ന രണ്ട് വ്യത്യസ്ത ജീനസുകളിൽ അല്ലെങ്കിൽ ജനേറയിൽപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള ഇണചേരാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി വളരെ കുറവാണ്. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 1978 ചെസ്റ്റർ ജൂവിൽ ജനിച്ച മോട്ടി എന്ന സങ്കരയിനം ആനക്കുട്ടിയെക്കുറിച്ച് മാത്രമാണ് നമുക്കൊരു തെളിവുള്ളത്. പക്ഷേ ജനറ്റിക്കലി വലിയ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം ജീവജാലങ്ങൾക്കിടയിൽ വൈറസുകളുടെ അറ്റാക്ക് പരസ്പരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജനിതകപരമായിട്ടുള്ള വലിയ വ്യത്യാസം കാരണം ഇത്തരം കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ആഫ്രിക്കൻ ആനയിലുള്ളൊരു പ്രത്യേകതരം വൈറസിനെ ഏഷ്യൻ ആനയിലേക്ക് പകരാനുള്ള സാധ്യത ഇവിടെ കൂടുതലായതുകൊണ്ട് അണുബാധകൾ ഉണ്ടായി മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ മോട്ടി എന്ന് പറയുന്ന അപൂർവ ജന്മം ഏകദേശം 2 ആഴ്ച മാത്രമാണ് ജീവിച്ചിരുന്നത്. എന്നാൽ മനുഷ്യരുടെ കാര്യമോ? ലോകത്തിലെ ഏത് കോണിലുമുള്ള മനുഷ്യനും, അത് ആഫ്രിക്കയിലുള്ളവരായാലും ഏഷ്യയിലുള്ളവരായാലും യൂറോപ്പിലുള്ളവരായാലും ആർട്ടിക്കിലുള്ളവരായാലും പരസ്പരം ഇണചേർന്നാൽ പൂർണ്ണ ആരോഗ്യമുള്ള തലമുറകളെ നിലനിർത്താൻ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ടാകും. ഈ കുഞ്ഞുങ്ങൾക്ക് ഫാമിലിയായിട്ട് അവർക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും ജീവിക്കാം. സോ പുറമേ കാണുന്ന നിറത്തിലോ രൂപത്തിലോ എന്ത് തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരൊറ്റ സ്പീഷീസാണ് എന്നതാണ് ഏറ്റവും വലിയ തെളിവ്. ഇവിടെയാണ് ഹോമോ സാപ്പിയൻസിൻ്റെ, അതായത് നമ്മുടെ ഏറ്റവും വലിയ രഹസ്യം കിടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ വളരെ സ്പെഷ്യലാണ്, നമുക്ക് കുടുംബമൊന്നുമില്ല എന്നാണ്. നമ്മൾ ഒറ്റപ്പെട്ടവരാണ്. മൃഗങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യാസം മനുഷ്യർക്കുണ്ട്. സഹോദരങ്ങളോ ബന്ധുക്കളോ ഇല്ലാത്തൊരു അനാഥനായിട്ടുള്ള മനുഷ്യ സ്പീഷീസാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ സത്യം അതല്ല. നമുക്ക് വലിയൊരു കുടുംബമുണ്ട്. ദ ഗ്രേറ്റ് ഏപ്സ് അഥവാ ആൾക്കുരങ്ങുകൾ. ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്ങൂട്ടാൻ ഇതൊക്കെ തന്നെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുമായിട്ട് പൊതുപൂർവികൻ ഷെയർ ചെയ്തിട്ട് വേറെ ബ്രാഞ്ചായിട്ട് പോയിട്ടുള്ള ജീവിവർഗ്ഗങ്ങളാണ്. ഇതിൽ ചിമ്പാൻസിയാണ് ഇവിടെ ഉള്ളതിൽ, ഭൂമിയിലുള്ളതിൽ മനുഷ്യനോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള കസിൻ. വെറും 60 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് സ്പ്ലിറ്റ് ആകുന്നത്. സോ ഇനി മ്യൂസിയത്തിലെ അസ്ഥികൂടങ്ങൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കാടന്മാരായിട്ടുള്ള കസിൻസ് മാത്രമല്ല ഉണ്ടായിരുന്നത്.
ഒരു കാലത്ത് നമുക്ക് സ്വന്തം കൂടപ്പിറപ്പുകളായ മറ്റു മനുഷ്യ സ്പീഷീസുകളും ഉണ്ടായിരുന്നു. ചിമ്പാൻസിയെ നമുക്ക് കുരങ്ങനെന്ന് വിളിക്കാം, പക്ഷേ നമ്മളുമായിട്ട് സാദൃശ്യമുള്ള ഏർലി സ്പീഷീസുകൾ വേറെ ഉണ്ടായിരുന്നു. സത്യമാണ്, കഴിഞ്ഞ 10,000 വർഷമായിട്ട് ഭൂമിയിൽ നമ്മൾ ഹോമോസാപ്പിയൻസ് മാത്രമേ ഉള്ളൂ എന്നതാണ് ശരി. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമാണ് എന്നുള്ളൊരു പൊതുധാരണ നമുക്കുള്ളത്. പക്ഷേ ഈ ഹോമോ എന്ന് പറയുന്ന ജീനസിൽ നമ്മളെ കൂടാതെ വേറെ പല ജീവജാലങ്ങളും ഉണ്ടായിരുന്നു, പല മനുഷ്യരൂപങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ പഴയ കാലത്തിലേക്കൊന്ന് ഉള്ള അറിവ് വെച്ച് സൂം ഔട്ട് ചെയ്യാം. നമ്മൾ വിചാരിക്കുന്ന മനുഷ്യൻ്റെ പൂർവികർ ഒരൊറ്റ വഴിയായിട്ടാണ് നടന്ന് നീങ്ങിയത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. 2 മില്യൺ വർഷം, അതായത് 20 ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കയിൽ പലതരം മനുഷ്യരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പാരാന്ത്രോപ്പസ് ബോയിസൈ അഥവാ നട്ട് ക്രാക്കർ മെൻ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവർക്ക് വലിയ താടിയെല്ലും പല്ലുകളും ഉണ്ടായിരുന്നു. ഉണങ്ങിയ വേരുകളും കിഴങ്ങുകളും ചവച്ചരച്ച് തിന്നുന്നവരാണ്. അവർ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. പക്ഷേ കാലാവസ്ഥ മാറിയപ്പോൾ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ വിഭാഗത്തിന് വംശനാശം സംഭവിച്ചു. പിന്നെ ഉള്ളതാണ് ഹോമോ ഗ്രൂപ്പ്, അതായത് നമ്മൾ വരുന്ന ഒരു വിഭാഗം. നമ്മുടെ പൊതുപൂർവികർ സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. ഹോമോ ഹാബിലിസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട്. ഹാൻഡിമാൻ എന്ന് പറയും. അവർ കല്ലുകൊണ്ട് ടൂൾസ് ഉണ്ടാക്കി. അതൊരു സിമ്പിൾ കാര്യമല്ല. 2 കല്ലുകൾ കൂട്ടിയിടിച്ച് കൃത്യമായ ആംഗിളിൽ മൂർച്ചയുള്ള ഒരു ചീൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ വളരെ വലിയ പ്രോസസ്സ് തലച്ചോറിൽ നടക്കണം. നമുക്ക് നഖങ്ങളില്ലല്ലോ, പല്ലുകൾക്ക് മൂർച്ചയുമില്ല. അതുകൊണ്ട് നമ്മൾ കല്ലുകളെ ആയുധമായിട്ട് കയ്യിൽ പിടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ വന്നൊരു വിഭാഗമാണ് ഹോമോ ഇറക്ടസ്. ഏകദേശം 19 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ശരിക്കും ഇവരുണ്ടാകുന്നത്. അവരൊക്കെ നമ്മളെപ്പോലെയാണ് ഇരുന്നത്. തുർക്കാന ബോയ് എന്ന് പറയുന്ന ഫോസിൽ കണ്ട ഇതിൻ്റെ ഒരു ഐഡിയ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. 6 അടി പൊക്കം, ഓടാൻ പാകത്തിലുള്ള കാലുകൾ. ഇവർ ആഫ്രിക്ക വിട്ട് ലോകം കാണാൻ ഇറങ്ങി. യൂറോപ്പിലും പശ്ചിമ ഏഷ്യയിലൊക്കെ തന്നെ അവരെത്തിയിരുന്നു. ഹോമോ നിയാണ്ടർതാലെൻസിസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിനെയാണ് നമ്മൾ സാധാരണ നിയാണ്ടർതാലുകൾ എന്ന് പറയുന്നത്. നമ്മളെക്കാളും തടിയന്മാരും മസിലന്മാരും ഒക്കെ ആയിരുന്നു അവർ. മഞ്ഞുകാലത്തെ അതിജീവിക്കാൻ കഴിയുന്ന പ്രത്യേകതരം ശേഷി അവർക്കുണ്ടായിരുന്നു. ഏഷ്യയിലാണെങ്കിൽ ആ സമയത്ത് ഹോമോ ഇറക്ടസ് ആണ് കണ്ടിന്യൂ ചെയ്തിരുന്നത്. അവർ ചില്ലറക്കാരല്ല. ഏകദേശം 20 ലക്ഷം വർഷം അവരവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന മനുഷ്യ സ്പീഷീസാണ്. നമ്മൾ ഹോമോ സാപ്പിയൻസ് ഇനി ഒരു 1000 വർഷം കൂടി ജീവിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോഴാണ് അവരുടെ 20 ലക്ഷം വർഷത്തെ റെക്കോർഡ്. ഇന്തോനേഷ്യയിലെ ജാവ ദ്വീപിലുള്ള ഒരു വിഭാഗമായിരുന്നു ഹോമോ സോളൻസിസ് എന്ന് പറയുന്ന. അവിടുത്തെ ഫ്ലോറസ് ദ്വീപിൽ രസകരമായിട്ടുള്ളൊരു കാര്യം നടന്നു. സമുദ്രനിരപ്പ് താഴ്ന്നപ്പോൾ ഈ യാത്ര ചെയ്ത മനുഷ്യ വിഭാഗങ്ങൾ ചില ദ്വീപുകളിൽ എത്തിച്ചേർന്നു. പക്ഷേ അവിടെ ജീവിക്കുമ്പോൾ വെള്ളം പൊങ്ങാൻ തുടങ്ങി. അങ്ങനെ ആ ദ്വീപുകളിൽ പെട്ടുപോയി. വിഭവങ്ങൾ തീരെ കുറവായിട്ടുള്ള ആ ദ്വീപിൽ ശരീരമുള്ള ആളുകൾ പെട്ടെന്ന് മരിക്കാൻ തുടങ്ങി. ചെറിയ ശരീരമുള്ളവർക്ക് കുറച്ച് ഭക്ഷണം മതി. അങ്ങനെയുള്ളവർക്ക് കുട്ടികളുണ്ടായപ്പോൾ അവർ അങ്ങനെ പൊതുവെ കുള്ളന്മാരായിട്ട് മാറി. ഇവരെയാണ് ഹോമോ ഫ്ലോറൻസിയൻസിസ് എന്ന് വിളിക്കുന്നത്. ശാസ്ത്രജ്ഞർ സാധാരണ സ്നേഹത്തോടെ ഹോബിറ്റുകൾ എന്ന് വിളിക്കുന്നത് ഇവരെയാണ്. വെറും 3.5 അടി മാത്രം പൊക്കമുള്ള വിഭാഗങ്ങളാണ്. 2010 സൈബീരിയയിലെ ഒരു ഗുഹയിൽ നിന്ന് മറ്റൊരു ബന്ധുവിനെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ ഒരു വിരലിൻ്റെ എല്ല് പരിശോധിച്ചപ്പോൾ അതുവരെ അറിയാൻ കഴിയാത്ത ഒരു മനുഷ്യവർഗത്തെ കണ്ടെത്താൻ സാധിച്ചു. അവർക്ക് ഹോമോ ഡെനിസോവ എന്ന പേരിട്ടു. ഇനിയും എത്രയോ ബന്ധുക്കൾ പല ഗുഹകളിലായി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ആർക്കറിയാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് എന്നുള്ളതാണ്. അതായത് എർഗാസ്റ്ററിൽ നിന്ന് ഇറക്ടസ് വന്നു, അതിൽ നിന്ന് നിയാണ്ടർതാൽസിസ് വന്നു, പിന്നെ നമ്മൾ വന്നു. സോ അത് തെറ്റാണ്. ഏകദേശം 20 ലക്ഷം വർഷം മുതൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് വരെ പലതരം മനുഷ്യർ ഒരേ സമയം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നാണ് കണക്ക്. ഇന്നത്തെ കാലത്ത് പലതരം കരടികളും പന്നികളും ഒക്കെ ഉള്ളതുപോലെ അന്ന് പലതരം മനുഷ്യ സ്പീഷീസുകൾ ഭൂമിയിലുണ്ടായിരുന്നു. നമ്മൾ മാത്രമായി ഒറ്റപ്പെട്ടത് കഴിഞ്ഞ 10,000 വർഷത്തിനിടയ്ക്കാണ്. ഇത് ശരിക്കും അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ഇത്രയൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാ മനുഷ്യരിലും പൊതുവായ ചില കാര്യങ്ങൾ കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തലച്ചോറ്. 60 കിലോഗ്രാം ഭാരമുള്ള ഒരു സസ്തനിക്ക് ശരാശരി 200 ക്യൂബിക് സെൻറ്റിമീറ്റർ വോളിയമുള്ള ഒരു കുഞ്ഞു തലച്ചോറ് മാത്രമേ ഉണ്ടാകൂ. 25 ലക്ഷം വർഷം മുൻപുള്ളൊരു മനുഷ്യന് 600 cc തലച്ചോറുണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് നമുക്ക് 1200 മുതൽ 1400 cc വലിയ തലച്ചോറാണ്. നിയാണ്ടർതാലുകൾക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ തലച്ചോറ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ബുദ്ധി കൂടുമ്പോൾ നല്ലതാണല്ലോ, പിന്നെന്താ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ എവല്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ തലച്ചോറെന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഭാരമാണ്. വലിയ തലയോട്ടിയിൽ ഇത്രയും ഭാരമുള്ള സാധനം ചുമന്നുകൊണ്ട് നടക്കുക അത്ര എളുപ്പമല്ല. രണ്ടാമത്തേതാണ് എനർജി. ഇതാണ് പ്രധാനം. നമ്മുടെ ശരീരഭാരത്തിൻ്റെ വെറും 2 മുതൽ 3% മാത്രമേ തലച്ചോറുള്ളൂ. പക്ഷേ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനങ്ങാതിരിക്കുന്ന സമയത്തും വിശ്രമിക്കുന്ന സമയത്തും ഉറങ്ങുമ്പോൾ പോലും
നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആകെ എനർജിയുടെ 20%, 20% തലച്ചോറ് വലിച്ചു കുടിക്കും. സോ വലിയ തലച്ചോറ് കൊണ്ടു നടക്കാൻ മനുഷ്യന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഭക്ഷണം തേടി കൂടുതൽ സമയം അലയേണ്ടി വന്നു. മാത്രമല്ല, തലച്ചോറിന് ഊർജ്ജം കൊടുക്കാൻ വേണ്ടി മസിലുകളുടെ ശക്തിയും കുറയ്ക്കേണ്ടി വന്നു. ഈ ഗവൺമെൻറ് ഡിഫൻസിനുള്ള ബജറ്റ് വെട്ടിക്കുറച്ച് വിദ്യാഭ്യാസത്തിന് കൊടുക്കാറില്ലേ? നമ്മുടെ ഗവൺമെൻറ് അല്ല, പൊതുവേ അങ്ങനെ പറയാറുണ്ടല്ലോ. ശരീരം ബൈസെപ്സിനുള്ള ഊർജ്ജം ന്യൂറോണുകൾക്ക് കൊടുത്തിട്ടാണ് സത്യത്തിൽ ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിച്ചത്. സാവന്നയിൽ ജീവിക്കുമ്പോൾ ഇതൊരു നല്ല ഐഡിയ ആണോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. തർക്കിച്ച് ജയിക്കാൻ സാപ്പിയൻസിന് പറ്റുമായിരിക്കും. പക്ഷേ ഒരു ചിമ്പാൻസി വിചാരിച്ചാൽ നമ്മളെ ഒരു പാവ കുട്ടിയെ പോലെ പിച്ചി ചീന്താൻ പറ്റും. ഇതിനെയാണ് എക്സ്പെൻസീവ് ടിഷ്യൂ ഹൈപ്പോത്തസിസ് എന്ന് പൊതുവെ വിളിക്കുന്നത്. അതായത് തലച്ചോറ് വലുതാകണമെങ്കിൽ വേറെ എവിടെയെങ്കിലും എക്സ്പെൻസ് കുറയ്ക്കണം. നമ്മളത് കുറച്ചത് വയറ്റിലാണ്. നമ്മുടെ കുടൽ ചുരുങ്ങി. പക്ഷേ കുടൽ ചുരുങ്ങിയാൽ എളുപ്പത്തിൽ ദഹിക്കുന്ന നല്ല ഭക്ഷണം വേണ്ടി വരും. ഇവിടെയാണ് നമ്മുടെ ഭക്ഷണ ശൃംഖലയുടെ സ്ഥാനത്തിൻ്റെ പ്രാധാന്യം കടന്നു വരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ആഹാ, നമ്മൾ ഭയങ്കര സംഭവമാണല്ലോ എന്ന്. പക്ഷേ 20 ലക്ഷം വർഷങ്ങളോളം നമ്മളൊരു മാർജിനലൈസ് ചെയ്ത ഒരു ജീവിയായിരുന്നു, അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജീവിയായിരുന്നു. വലിയ മൃഗങ്ങളെ പേടിച്ച് ജീവിക്കുന്ന നമ്മളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ മറ്റു മൃഗങ്ങൾ കൊന്നു ബാക്കി വയ്ക്കുന്ന എല്ല് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ ബോൺ മാരോ, അസ്ഥിമജ്ജ കഴിക്കുക. മരം കൊത്തി ഒരു പുഴുവിനെ കൊത്തിയെടുക്കുന്ന പോലെ നമ്മൾ പല ജീവികളുടെയും എല്ലിൽ നിന്ന് മജ്ജയെടുക്കുന്ന സ്പെഷ്യലിസ്റ്റുകളായിരുന്നു. സിംഹം ഒരു ജീവിയെ ഓടിച്ചിട്ട് പിടിച്ച് തിന്നു കഴിഞ്ഞാൽ പിന്നെ കഴുതപ്പുലികൾ വന്ന് വേസ്റ്റ് കഴിക്കും. അവരും കഴിച്ചിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ കല്ലിലെ ആയുധങ്ങൾ ഉപയോഗിച്ച് എല്ലിനെ പൊട്ടിച്ച് അതെടുത്ത് കഴിക്കും. സോ ഭക്ഷ്യശൃംഖലയുടെ മിഡിലായിരുന്നു നമ്മുടെ സ്ഥാനം. നമ്മൾ ചെറിയ ജീവികളെ വേട്ടയാടി, വലിയ ജീവികളെയും വേട്ടയാടി. വെറും 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ വലിയ ജീവികളെ വേട്ടയാടാൻ തുടങ്ങിയത്. വെറും 1 ലക്ഷം വർഷം മുമ്പ് മാത്രമാണ് ഹോമോ സാപ്പിയൻസ് ഫുഡ് ചെയിനിൻ്റെ ഏറ്റവും മുകളിലേക്ക്, ടോപ്പ് ഓഫ് ദ ഫുഡ് ചെയിൻ ആകുന്നത്. ഈ പെട്ടെന്നുള്ള ചാട്ടം വലിയ ഇഷ്യൂസാണ് ഉണ്ടാക്കിയത്. സിംഹവും സ്രാവും ഒക്കെ മില്യൺ വർഷങ്ങൾ കൊണ്ടാണ് രാജാക്കന്മാരായത്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് അവരെ ബാലൻസ് ചെയ്യാനായിട്ട് നന്നായിട്ട് അറിയാം. സിംഹം വളരെ വേഗത്തിൽ ഓടുമ്പോൾ മാൻ അതിനേക്കാൾ വേഗത്തിൽ ഓടിയാണ് അതിജീവിച്ചത്. എന്നാൽ മനുഷ്യൻ പെട്ടെന്ന് ഭക്ഷ്യശൃംഖലയുടെ മുകളിലെത്തിയപ്പോൾ പ്രകൃതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. എന്തിന്? മനുഷ്യന് പോലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അധികാരം കിട്ടിയ ഒരു ഏകാധിപതിയെ പോലെ മനുഷ്യൻ പെരുമാറാൻ തുടങ്ങി. ഭയവും ഉത്കണ്ഠയും കാരണം നമ്മൾ കൂടുതൽ ക്രൂരന്മാരും അപകടകാരികളുമായിട്ട് മാറി. പണ്ട് പുല്ലിനിടയിൽ ഒളിഞ്ഞിരുന്ന സിംഹത്തെ പേടിച്ച ആ പേടി ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോഴും ആങ്സൈറ്റിയൊക്കെ ഉണ്ടാവുന്നത്. നമ്മുടെ ഈ വളർച്ചയ്ക്ക് പിന്നിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചിങ് എന്ന് പറയുന്നത് തീയുടെ കണ്ടുപിടുത്തമാണ്. 3 ലക്ഷം വർഷം മുമ്പ് തന്നെ മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു എന്ന് പറയുന്നുണ്ട്. വെളിച്ചം, ചൂട്, ആയുധം ഇതൊക്കെ നമുക്ക് തീ തരുമെങ്കിലും കുക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭാവന. ആഹാരം പാകം ചെയ്തപ്പോൾ ഗോതമ്പും അരിയും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലായി മാറി. സോ എളുപ്പത്തിൽ ചവയ്ക്കാനും ദഹിക്കാനും പറ്റി. ചിമ്പാൻസി ഒരു ദിവസം 5 മണിക്കൂർ ചവയ്ക്കാൻ ചിലവാക്കുമ്പോൾ നമുക്ക് വെറും 1 മണിക്കൂർ പോലും വേണ്ട ഭക്ഷണം കഴിക്കാൻ. പാചകം ചെയ്തപ്പോൾ കുടലിൻ്റെ നീളത്തിന് ആവശ്യമില്ലാതായി. ദഹനത്തിന് വേണ്ട ഊർജ്ജം നമുക്ക് ലാഭിക്കാൻ പറ്റി. ഈ ലാഭിച്ച ഊർജ്ജമാണ് നമ്മുടെ ജംബോ തലച്ചോറിനെ വളർത്താനായിട്ട് സഹായിച്ചത്. സോ തീ വെറും പാചകത്തിന് മാത്രമല്ല ഉപയോഗപ്പെട്ടത്, അത് നമ്മുടെ സോഷ്യൽ ലൈഫിനെ മാറ്റി. നമുക്ക് ക്യാമ്പ് ഫയർ ഇഷ്ടമാണ്. പക്ഷെ രാത്രിയുടെ ഇരുട്ടിൽ തീ കൂട്ടി അതിന് ചുറ്റുമിരുന്ന് നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കുന്ന ഒരു സംഭവം പണ്ടേ ഉണ്ട്. ആ വട്ടത്തിലിരുന്ന് തീ കായുന്ന സമയത്താണ് നമ്മൾ കഥകൾ പറയാൻ തുടങ്ങിയത്. അവിടെ വെച്ചാണ് ബന്ധങ്ങൾ ഉണ്ടായത്. ആദ്യകാല ഭാഷയും സംസ്കാരവും ഒക്കെ തന്നെ ആ തീക്കനലിൻ്റെ വെളിച്ചത്തിലാണ് വന്നത്. കൂടാതെ ഹോമോ ഇറക്ടസിൻ്റെ കാലത്ത് മറ്റൊരു മാറ്റം കൂടി ഉണ്ടായി. അവരുടെ രോമങ്ങൾ പോയിരുന്നു, വിയർക്കാൻ തുടങ്ങിയിരുന്നു. വിയർക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. സിംഹത്തിനും ചീറ്റയ്ക്കും ഒന്നും വിയർക്കാൻ പറ്റില്ല. അവർ നായയെ പോലെ കിതക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓടിയാൽ പെട്ടെന്ന് ചൂടാവും. മനുഷ്യന് വിയർപ്പിലൂടെ ശരീരം തണുപ്പിക്കാം. സോ ഉച്ചവെയിലത്ത് മൃഗങ്ങൾ തളരുമ്പോൾ ഹോമോ ഇറക്ടസ് അവരെ ഓടിച്ചിട്ട് പിടിച്ചു. ഇതിനാണ് പെർസിസ്റ്റൻസ് ഹണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ശത്രുവിനെ ഓടിക്കുമ്പോൾ ആ ജീവി ഓട്ടം നിർത്തുന്നത് വരെ നമുക്ക് ഓടിക്കാൻ പറ്റും. അങ്ങനെ ഓടി ഓടി തളർന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തളർന്ന് വീഴുന്നത് വലിയ കാട്ടുപോത്താണെങ്കിൽ പോലും വലിയ ആയാസമില്ലാതെ ആ തളർന്ന ജീവിയെ നമുക്ക് ആക്രമിക്കാൻ പറ്റും. മനുഷ്യൻ എന്തിനാണ് നായയെ വളർത്തിയത് എന്നുള്ള ചോദ്യത്തിന് പൊതുവേ പറയുന്നൊരു ആശയം ഇതുപോലെയാണ്. ഇപ്പോൾ മനുഷ്യൻ ആദ്യമേ ഒരു ജീവിയുടെ പിറകെ ഓടി 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 അതിനെ തളർത്തിയിടുന്നതിനേക്കാൾ എളുപ്പം നമ്മൾ നായ്ക്കളെ വളർത്തി നായ്ക്കൾ ഇവയെ ഓടിക്കുന്നു. അപ്പോൾ അത് കുറേ തളരും. അപ്പോൾ നമ്മൾ പതുക്കെ നടന്നു പോയിട്ട് ഈ തളർന്ന ജീവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അതിന് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല.
അപ്പോൾ അതിനെ ആക്രമിച്ച് നമ്മൾ കൊല്ലും. നായയ്ക്കും ഫുഡ് കിട്ടും, നമുക്കും ഫുഡ് കിട്ടും. നായ്ക്കളുടെ ആദ്യകാല രൂപങ്ങൾ ചെന്നായ്ക്കളാണെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. തീയൊക്കെ ഉണ്ടായിട്ടും ഒരു 1,50,000 വർഷം മുമ്പ് വരെ മനുഷ്യരുടെ എണ്ണം ഭൂമിയിൽ വളരെ കുറവായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഹോമോ സാപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്ന് ലോകം കീഴടക്കാൻ പല ഗ്രൂപ്പുകളായിട്ട് തിരിയുന്നത്. അതൊക്കെ ഒരു സാഹചര്യമാണ്. ചിലപ്പോൾ സോഷ്യൽ പ്രഷർ കൊണ്ടോ ഗ്രൂപ്പിൻ്റെ ഒരു എന്തെങ്കിലും പ്രത്യേകത കൊണ്ടോ റിസോഴ്സ് തീരുന്നത് കൊണ്ടോ ഒക്കെ തന്നെ അവർ കൂടുതൽ ഔട്ട്സൈഡിലേക്ക് നീങ്ങാൻ തുടങ്ങും. അല്ലാതെ ഈ മാപ്പൊന്നും കണ്ടിട്ട് പോണതല്ല. ആഫ്രിക്കയിൽ നിന്ന് കുറേ ദൂരം സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ കാടുകളും സ്ഥലങ്ങളും നദികളും ഒക്കെ കാണുമ്പോൾ അങ്ങോട്ട് പോകുന്നതാണ്. ഏകദേശം ഒരു 70,000 വർഷം മുമ്പ് അവർ അറേബ്യയിലേക്കും അവിടെ നിന്ന് യൂറോപ്പിലേക്കും പടർന്ന് കയറാൻ തുടങ്ങി. പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ നിയാണ്ടർതാലുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയില്ലേ? ഈ നിയാണ്ടർതാലുകൾക്ക് എന്ത് സംഭവിച്ചു? ഇതിന് പ്രധാനമായിട്ട് 2 തിയറികളുണ്ട്. ഒന്ന് ഇൻ്റർ ബ്രീഡിംഗ് തിയറി എന്ന് പറയും. സാപ്പിയൻസ് മറ്റുള്ളവരുമായിട്ട് ഇണചേർന്നു എന്നതാണ് വാദം. അതായത് നമ്മൾ അവരുമായിട്ട് കലർന്നു. അവർ ഡിഫറൻറ്റ് സ്പീഷീസ് ആണെങ്കിൽ പരസ്പരം ഇണചേരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. എങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ യൂറോപ്യന്മാർ വെറും സാപ്പിയൻസ് അല്ല, അവർ നിയാണ്ടർതാലുമായിട്ട് മിക്സ് ചെയ്യപ്പെട്ടവരാണ്. ചൈനക്കാർ ഹോമോ ഇറക്ടസുമായിട്ട് മിക്സ് ചെയ്യപ്പെട്ടവരാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. അതിന് കാരണം നമ്മുടെ ജീനിൽ അവരുടെ അംശമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇൻ്റർ ബ്രീഡിംഗ് വഴി പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടായോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പക്ഷേ അവരുടെയൊക്കെ തന്നെ ചില സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീൻസിൽ കാണാൻ പറ്റും. രണ്ടാമത്തേതാണ് റീപ്ലേസ്മെൻറ്റ് തിയറി. ഇത് കുറച്ച് വില്ലൻ കഥയാണ്. സാപ്പിയൻസും മറ്റുള്ളവരും തമ്മിൽ ചേരാത്ത 2 വിഭാഗങ്ങളാണ്. സോ അവർ തമ്മിൽ ആകർഷണമൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. സോ ഇവിടെ സംഭവിച്ചത് ഹോമോ സാപ്പിയൻസ് ചിലപ്പോൾ അവരെ കൊന്നൊടുക്കുകയോ ആ വിഭാഗങ്ങളെ പട്ടിണിക്കിടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ വംശനാശം വന്നു എന്ന് പറയാം. കാരണം അവർക്കുള്ള ഭക്ഷണം കൂടി നമ്മൾ എടുത്തിട്ടുണ്ടാവും. കുറേ കാലം ശാസ്ത്രം വിശ്വസിച്ചിരുന്നത് ഈ റീപ്ലേസ്മെൻറ്റ് തിയറിയിലാണ്. കാരണം അതാണ് പൊളിറ്റിക്കലി കറക്റ്റായ കാര്യം. വംശീയതയ്ക്ക് കൂട്ടുനിൽക്കാത്തൊരു വാദം അതാണ്. എന്നാൽ 2010 കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. നിയാണ്ടർതാലുകളുടെ ജനിതക ഘടന വിശദമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ശാസ്ത്രജ്ഞർ അമ്പരന്ന് പോയി. ഇന്നത്തെ യൂറോപ്പിലെയും മിഡിൽ ഈസ്റ്റിലെയും മനുഷ്യരുടെ DNA ഏകദേശം 1 മുതൽ 4% വരെ നിയാണ്ടർതാലിൻ്റെ അംശമുണ്ടെന്ന് കണ്ടെത്തി. കൂടാതെ ഓസ്ട്രേലിയയിലെ ആദിമ മനുഷ്യർ, അതായത് അബോർജീൻസിൽ 6% വരെ ഡെനിസോവൻ മനുഷ്യരുടെ DNA ഉണ്ട് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാപ്പിയൻസ് മറ്റു മനുഷ്യരുമായിട്ട് തീരെ കലരില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പൂർണ്ണമായി ലയിച്ചു എന്നും പറയാനും പറ്റില്ല. ഒരുപക്ഷെ അപൂർവമായി തന്നെ അവർക്ക് ബന്ധങ്ങൾ നടക്കുകയും ഈ പറയുന്ന ജനറ്റിക്കൽ വേരിയേഷൻ അപ്പുറം ചിലർക്കൊക്കെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും അവർ അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. സോ ബാക്കിയുള്ളവരോട് പോയി ഒരുപക്ഷെ സാപ്പിയൻസ് അവരെ കൊന്നൊടുക്കുകയോ അല്ലെങ്കിൽ പട്ടിണിക്കിടുകയോ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. എത്നിക് ക്ലെൻസിങ് എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ഈ ഒരു സംഭവം വളരെ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നിരിക്കണം. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിയാണ്ടർതാലുകളെന്ന് പറയുന്നത് ഇന്നും ജീവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മൾ മാത്രമായി ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഈഗോ. നമ്മൾ സൃഷ്ടിയുടെ മകുടമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്. ഡാർവിൻ വന്ന് നമ്മൾ മൃഗങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് മനുഷ്യർക്ക് ദേഷ്യം ഉണ്ടായത്. അവരുടെ വിശ്വാസങ്ങളും ചരിത്രവും ഒക്കെ തന്നെ തെറ്റിയത്. പക്ഷേ നമ്മൾ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു? മറ്റു മനുഷ്യരായ നിയാണ്ടർതാലുകളും ഡെനിസോവുകളും എവിടെ പോയി എന്നുള്ളതിന് നമുക്ക് ഊഹം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് അതിജീവിച്ചു എന്നതിൻ്റെ ആൻസർ നമ്മൾ കൂടുതൽ ഫ്രണ്ട്ലി ആയിരുന്നു എന്നുള്ളതാണ്. നിയാണ്ടർതാലുകൾ ഗ്രൂപ്പുകളായിരുന്നത് വളരെ കുറവാണ്. ഉണ്ടെങ്കിലും ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ജീവിച്ചത്. നമ്മൾ വളരെ ദൂരെയുള്ളവരുമായിട്ട് പോലും ബന്ധമുണ്ടാക്കും, സാധനങ്ങൾ കൈമാറും, കച്ചവടം നടത്തും. സോ നമുക്കൊരു സോഷ്യൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എന്ന് പറയാം. അതായത് ഒരു സ്ഥലത്ത് പ്രശ്നം വന്നാൽ സഹായിക്കാൻ മറ്റൊരിടത്ത് നിന്ന് ആൾ വരും. ബാക്കിയുള്ളവർ ഒറ്റപ്പെട്ടുപോയി, നമ്മൾ ഒന്നിച്ചു നിന്നു. അതാണ് വ്യത്യാസം. ഒരുപക്ഷെ സാപ്പിയൻസ് ലോകം കീഴടക്കാൻ കാരണം നമ്മുടെ ഭാഷയുടെ ഉപയോഗമായിരിക്കും. നമുക്ക് ഗോസിപ്പ് പറയാനും ഇമാജിനറി സ്റ്റോറികൾ ഉണ്ടാക്കാനും അതുവഴി കൂട്ടങ്ങളായി സഹകരിക്കാനും വിശ്വാസ പ്രമാണങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരാനും ഒക്കെ തന്നെ അങ്ങനെ സാധിച്ചു. ഇന്ന് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ കാണുന്നത് ഒരു പെർഫെക്റ്റ് ഡിസൈനൊന്നുമല്ല, ഒരുപാട് കോംപ്രമൈസുകളുള്ള ഒരു കൂമ്പാരമാണ്. നടുവേദന വരുന്നത് നമ്മൾ വേഗത്തിൽ എഴുന്നേറ്റ് നിന്നത് കൊണ്ടുമല്ല. പേടിയും ഉത്കണ്ഠയും വരുന്നത് പണ്ട് പുല്ലിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന സിംഹത്തെ നമ്മൾ പേടിച്ചതിൻ്റെ ബാക്കി പത്രമാണ്. ഒറ്റയ്ക്കിരിക്കാൻ പേടിയാകുന്നത് പണ്ട് ഒറ്റപ്പെട്ടാൽ മരണം ഉറപ്പായതുകൊണ്ടാണ്. നമ്മൾ ആ ഒരു പഴയ ആഫ്രിക്കൻ സാവന്നയിലെ കുരങ്ങൻ്റെ പിൻഗാമികൾ തന്നെയാണ്. അല്ലെങ്കിൽ കുരങ്ങളിൽ നിന്ന് മനുഷ്യനുണ്ടായെന്ന് പറയില്ല, പക്ഷെ മനുഷ്യനും കുരങ്ങനും ഉണ്ടായ പൊതു പൂർവികൻ്റെ പിൻഗാമികളാണ്. ഒരുപാട് തവണ വംശനാശത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വന്ന മക്കൾ. നമ്മുടെ കഥ യുദ്ധങ്ങളുടെയോ രാജാക്കന്മാരുടെയോ കഥയൊന്നുമല്ല, അത് അതിജീവനത്തിൻ്റെ കഥയാണ്. നടക്കാൻ പഠിച്ച, ഷെയർ ചെയ്യാൻ പഠിച്ച, തീയെ മെരിക്കിയ ഒരു കൂട്ടം സാധാരണക്കാരുടെ കഥ. ആ യാത്ര അവസാനിച്ചിട്ടില്ല.
നമ്മളിപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും എല്ലാം പിന്നിലാക്കി ഹോമോ സാപ്പിയൻസ് എന്ന നമ്മൾ ഈ ഭൂമിയുടെ അവകാശികളായി മാറിയതുപോലെയായി. ആ വിജയത്തിൻ്റെ കഥയാണ് ഇപ്പോഴും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ വിജയത്തിൻ്റെ കഥയാണ് നമ്മളെല്ലാവരും കോടിക്കണക്കിന് വർഷത്തെ സക്സസ്ഫുള്ളായിട്ട് അതിജീവിച്ച തലമുറയുടെ പിന്മുറക്കാരാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത്. ഇങ്ങോട്ട് വരുന്ന കഥയിൽ എവിടെയെങ്കിലും ഒരു കൂട്ട വംശനാശം സംഭവിച്ച് ആ മനുഷ്യരെല്ലാവരും ഇല്ലാതായിരുന്നുവെങ്കിൽ നമ്മൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇതുവരെയുള്ള സെലക്ഷനിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ സെലക്ഷൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ. അതുകൊണ്ട് പരിണാമം തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിജീവിക്കാനും മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കാൻ അഭിമാനമുള്ളവരുമാക്കുന്നത്. അത് മറ്റെന്തിനേക്കാളും വലിയൊരു തിരിച്ചറിവാണ്.